ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷികാസ്കഫേയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന സ്വീറ്റ് സമൂസയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് വരുന്നത് പഴവും ചീസും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ സമൂസ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും. അപ്പോൾ നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 മീഡിയം സൈസ് പഴം കട്ട് ചെയ്തത്, പിന്നെ 5 ടേബിൾ സ്പൂൺ ചീസ്, ഒരു 3 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്, ഒരു 2 ടേബിൾ സ്പൂൺ കിസ്മിസ്, പിന്നെ പഞ്ചസാര ഒരു 4 ടേബിൾ സ്പൂൺ, പിന്നെ തേങ്ങ ചിരവിയത് ഒരു 5 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ കറുവാപ്പട്ട പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ നെയ്യ്, പിന്നെ സമൂസൻ്റെ ഷീറ്റ് ആവശ്യത്തിന്. പാന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് മെൽറ്റായിട്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കൊന്നും വേണ്ട. 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി അതിലേക്ക് കാഷ്യൂ നട്ടും കിസ്മിസും പഞ്ചസാരയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര മെൽറ്റായി ആ പഴത്തിലേക്ക് പിടിക്കുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. പഞ്ചസാരയും പഴമൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കറുവാപ്പട്ട പൊടിച്ചതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ മിക്സ് ചൂടാറിയ ശേഷമാണ് സമൂസൻ്റെ ഓലയിൽ ഫില്ല് ചെയ്യേണ്ടത്. സമൂസൻ്റെ ഓല ഒരു കോൺ ഷേപ്പിൽ പിടിച്ചിട്ട് അതിലേക്ക് കുറച്ച് പഴത്തിൻ്റെ മിക്സ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ ആയിട്ട് ചീസ് വെച്ച് കൊടുത്തുകൊണ്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഓലയുടെ ലാസ്റ്റ് കുറച്ച് മൈദൻ്റെ പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തുകൊണ്ട് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ നമുക്ക് എല്ലാ സമൂസയും ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരളവ് വെച്ചിട്ട് നമുക്കൊരു 21 സമൂസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഒരാഴ്ച വരെ ഫ്രീസറിൽ സൂക്ഷിക്കാം. ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ചൂടായ എണ്ണയിലേക്ക് ഓരോ സമൂസ ചേർത്ത് കൊടുത്തിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സമൂസയിൽ ഓയിൽ പിടിക്കില്ല. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഫ്രൈ ചെയ്തെടുത്താൽ സമൂസേൻ്റെ ഓലയിൽ നന്നായിട്ട് ഓയിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് കോരി മാറ്റാം. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള സമൂസ ഒക്കെ ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ആ ചീസൊക്കെ മെൽറ്റായിട്ട് വരുമ്പോൾ പഴം കൂടി മിക്സ് ആയിട്ട് വരുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.